കോതമംഗലത്ത് കാട്ടാനയെ രക്ഷിക്കാനുള്ള വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ശ്രമം പുരോഗമിക്കുന്നു. ഇപ്പോൾ സംഭവ സ്ഥലത്തു നിന്നും ചേതൻ സാജൻ ചേരുന്നുണ്ട്. ചേതൻ, രാവിലെ തന്നെ അവിടെയുള്ള ശ്രമങ്ങളെല്ലാം ഊർജിതമായി നടക്കുന്നുണ്ട്. ചേതൻ, രാവിലെ മുതൽ നൽകിയ വിവരങ്ങൾ അനുസരിച്ച് മതിലിടിച്ച് ആന പുറത്തു വരാൻ കടക്കുന്നതായി വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നു. ഇപ്പോൾ കിണറിന് സമീപം മണ്ണുമാന്തി യന്ത്രം എത്തിച്ചതായാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. ഇപ്പോൾ നിലവിലെ സാഹചര്യം അനുസരിച്ച് ആനയെ പുറത്തു കൊണ്ടുവരാൻ പറ്റുന്ന സാഹചര്യമാണോ? എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? അനന്യ, ഇപ്പോൾ കിണറ്റിൽ ഈ കാട്ടാന അകപ്പെട്ടിട്ട് ഏകദേശം 14 മണിക്കൂറോളം പിന്നിട്ട് കഴിയുകയാണ്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇതിൻ്റെ രക്ഷാപ്രവർത്തനമൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വനംവകുപ്പ് അധികൃതരുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രദേശത്ത് 144 പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ആദ്യ ഭാഗമായി ഈ സമീപം ഈ പറമ്പിലേക്ക് JCB മണ്ണുമാന്തി യന്ത്രം എത്തിച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് റോഡ് കണക്ടിവിറ്റി ഇല്ലാത്തൊരു പാതയാണ്. റോഡ് വെട്ടിയാണ് ഇങ്ങോട്ടേക്ക് JCB എത്തിച്ചത്. JCB എത്തി ഈ കിണറിൻ്റെ ഒരു വശം ചെറിയ രീതിയിൽ ഇടിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത്, നമുക്ക് മാധ്യമങ്ങൾക്ക് അങ്ങോട്ടേക്ക് പോകാനുള്ളൊരു പ്രവേശന വിലക്ക് ഉണ്ട്. ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ മണ്ണുമാന്തി യന്ത്രമുണ്ട്. ഒപ്പം തന്നെ ഈ ആനയ്ക്ക് അതിന് ഭക്ഷണം നൽകുന്നുണ്ട്. പനയും ചക്കയുമൊക്കെ നൽകുന്നുണ്ട്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഏതായാലും രണ്ട് രീതിയിലാണ് കാര്യങ്ങൾ പോക്ക്. ഒന്ന്, ഈ കിണറ്റിൻ്റെ ഒരു വശം തുറന്നു വിട്ട് അതിന് പോകാനുള്ളൊരു പാത ഒരുക്കുക. രണ്ടാമത് മയക്കുവടി, ഈ കിണറിലെ കുളം വറ്റിച്ച് മയക്കുവടി വെച്ച് അതിനെ ഇവിടെ നിന്ന് ദൂരെയുള്ള ഒരു വനപ്രദേശത്തേക്ക് മാറ്റുക. ഈ രണ്ട് സാധ്യതകളാണ് പ്രധാനമായും നോക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാം. ആന ചിഹ്നം വിളിക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാം. ഏതായാലും ശാരീരികമായി കുറച്ച് അസ്വസ്ഥതകളൊക്കെ ഉണ്ട്, ആന പ്രകടിപ്പിക്കുന്നുണ്ട്. ആദ്യം തന്നെ തുടക്കത്തിൽ തന്നെ ആന നല്ല രീതിയിൽ സ്വയം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായി കിണറിൻ്റെ ഒരു വശം ഇടിച്ചിരുന്നു. ഇപ്പോൾ ആന ഈ 14 മണിക്കൂർ പിന്നിട്ടതിന് ശേഷം അല്പം ക്ഷീണമുണ്ട്. ഇങ്ങനെ മണ്ണിടിച്ചതിൻ്റെ ഭാഗമായി അതിൻ്റെ ശരീരത്തിലൊക്കെ പരിക്കേറ്റ സാഹചര്യം കൂടിയുണ്ട്. അതിൻ്റെ മസ്തകത്തിൽ പരിക്കേറ്റിട്ടുണ്ട്, കാലിന് പരിക്കേറ്റിട്ടുണ്ട്, ഒപ്പം തന്നെ പുറം ഭാഗങ്ങളിലൊക്കെ പരിക്കേറ്റിട്ടുണ്ട്. ആന അല്പം ക്ഷീണിതനാണ്. ഇതിൻ്റെ ഭാഗമായി ഭക്ഷണമൊക്കെ നൽകുന്നുണ്ട്. ഏതായാലും ഈ രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതമായി നടക്കുകയാണ്. ഈ സ്ഥലത്ത് ഇപ്പോൾ RDO ഉണ്ട്, അതുപോലെ തന്നെ DFO ഒക്കെ ഉണ്ട്. ജനപ്രതിനിധികൾ, കോതമംഗലം MLA ആൻഡോ ജോൺ ഉൾപ്പെടെ നേരത്തെ സന്ദർശിച്ചിരുന്നു. ഈ സ്ഥലമുടമകൾക്ക് മാന്യമായൊരു നഷ്ടപരിഹാരം നൽകും എന്ന് വാക്കാലല്ല, എഴുതി നൽകിയിരിക്കുകയാണ് RDO. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതുപോലെ തന്നെ രാവിലെ മുതൽ പ്രദേശവാസികളുടെ വലിയൊരു പ്രതിഷേധം തന്നെ സംഭവ സ്ഥലത്ത് നടന്നിരുന്നു. ഇപ്പോൾ എന്താണ് നിലവിലെ സാഹചര്യം? നിലവിലെ സാഹചര്യം 144 ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് ഈ കോട്ടപ്പള്ളി പഞ്ചായത്തിലാണ് ഇവിടെ ഈ സംഭവം നടക്കുന്നത്. കോട്ടപ്പള്ളിയിലെ 1, 2, 3, 4 വാർഡുകളിൽ നിരോധനാജ്ഞ 24 നേരത്തേക്ക് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നതാണ്. രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായാണ് നിരോധനാജ്ഞ. കൂടാതെ ജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തിയാണ് ഈ നിരോധനാജ്ഞ മുഖ്യമായും പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാരണം ജനങ്ങൾ കൂടിയാൽ ഒരുപക്ഷെ ആന പുറത്തു വന്നാൽ അത് ഏത് ദിശയിലേക്ക് നീങ്ങും എന്ന കാര്യത്തിനടക്കം നമുക്ക് വ്യക്തതയില്ല. ആയതിനാൽ ഇതൊരു ജനവാസ മേഖലയാണ്. സാധാരണ ഇത്തരം സംഭവങ്ങൾ വനമേഖലയുടെ തൊട്ടടുത്ത് സമീപമാണ് നടക്കാറുള്ളത്. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് വനാതിർത്തിക്ക് 3-4 കിലോമീറ്റർ അകലെയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ജനവാസ മേഖലയിലാണ് നടന്നിരിക്കുന്നത്. സ്വാഭാവികമായും ആന കരയിലേക്ക് വന്നാൽ ചിലപ്പോൾ അത് ഏത് ഭാഗത്തേക്ക് നീങ്ങും എന്നുള്ള ഒരു ആശങ്കയൊക്കെ ഉണ്ട്. ഇത് മുൻനിർത്തിയാണ് ഇവിടെ 144 പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏതായാലും ഈ സ്ഥലത്ത് ജനങ്ങളൊക്കെ ഇപ്പോൾ വീട്ടിലാണ്. അധികൃതരുടെ നിർദ്ദേശമൊക്കെ കർശനമായും അനുസരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ജനങ്ങൾ നല്ല രീതിയിൽ തന്നെ സഹകരിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. മാധ്യമങ്ങൾക്ക് അങ്ങോട്ടേക്ക് പോകാനുള്ള വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാധ്യമങ്ങൾക്ക് പ്രത്യേകമായ ഒരു വേലിക്കെട്ട് സ്ഥാപിച്ച് അവിടെയാണ് മാധ്യമങ്ങൾ നിൽക്കേണ്ടതെന്നുള്ള കർശനമായ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഏതായാലും ഇവിടെ RDOയും അതുപോലെ തന്നെ DFOയും ഒക്കെ ഉണ്ട്. ഈ മാന്യമായ ഒരു നഷ്ടപരിഹാരം ഈ സ്ഥല ഉടമക്ക് നൽകും എന്നാണ് RDOയും അതുപോലെ തന്നെ കോതമംഗലം MLA ആയ ആൻ്റണി ജോണും വ്യക്തമാക്കിയിട്ടുള്ളത്. അനന്യ.